കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വരുന്നത് ഞങ്ങളുടെ സ്വന്തം പൈസയിലോട്ടാട്ടോ. ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വന്തം പൈസ എന്ന് വേണമെങ്കിലും പറയാം. കാരണം പൈസയിൽ വരാത്ത കൊച്ചിക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് വേഗം വന്നോളാം. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റേർഡ് കഴിക്കാനാണ്. ഈ കസ്റ്റേർഡിനെ കുറിച്ച് ആലോചിച്ചാണ് എൻ്റെ കൊച്ചിയിലോട്ടുള്ള യാത്ര തന്നെ കേട്ടോ. കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഫുള്ളി കസ്റ്റേർഡ് ആയിരിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ കസ്റ്റേർഡ്. വേറെ ഏത് കസ്റ്റേർഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കസ്റ്റേർഡ് കഴിക്കുന്ന പോലെ ഒരു ഫീല് വരത്തില്ല കേട്ടോ. പണ്ടൊക്കെ വെറും 5 രൂപയായിരുന്നു ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലേക്ക് ഈ കസ്റ്റേർഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ. ഇപ്പോൾ ഇതിന് 50 രൂപയാട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്രിസ്റ്റലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് കണ്ടോ. ഒരു ചെറിയൊരു ക്രിസ്റ്റൽ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആട്ടോ. കൊച്ചിയിൽ വന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതൊരെണ്ണം കഴിച്ചു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ഇത് വന്ന് കഴിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം വന്ന് കഴിച്ചോളൂ. അപ്പോൾ ഇതാണ് പൈസ. നേരെ നമ്മുടെ TD സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മുടെ പാലസിലോട്ട് പോകുന്ന റോഡിലാണ് ഈ സ്കൂൾ വരുന്നത്. ഇനി പൈസ ഓപ്പൺ ആവാൻ 12 മണിയാവും. 12 മണിക്ക് മുന്നെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പൈസൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് ഒരു ഷോപ്പുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് കസ്റ്റേർഡ് കഴിക്കാവുന്നതാണ്. പക്ഷേ പൈസയിലെ കസ്റ്റേർഡിൻ്റെ അത്രയും ഇത് പോരാട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ പൈസയിൽ തന്നെ കസ്റ്റേർഡ് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം വേറെ എവിടെ നിന്ന് കസ്റ്റേർഡ് കഴിച്ചിട്ടും എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും കൊച്ചിയിൽ വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക.